First question. At an instant, two cars A and B moves at a speed of 15 meter per second in the same direction. Car B is 300 meter ahead of car A. Okay, car B യും എയും 15 meter per second പോവാണ്. കാർ ബി എന്ന് പറയുന്നത് കാർ എയെക്കാട്ടിലും ഒരു 300 meter ahead ആണ്. If car A is accelerated at 6 meter per second square, കാർ എയുടെ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. while car B continues to move at the same speed. Okay, കാർ ബി എന്താണ് സെയിം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. What will be the time taken by car A to overtake car B? അതായത് കാർ എ എന്താണ് കാർ ബിയെ ഓവർടേക്ക് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? ഓക്കെ, അപ്പം നമുക്ക് അസ്യൂം ചെയ്യാം കാർ എയും ബിയും ഒരു ടൈം ടി കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുമെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ടി സമയത്ത് എ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? എ സെയിം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പം വി ഇൻറ്റു ടി, അപ്പോൾ എത്ര വരും? 15 ഇൻറ്റു ടി. നമ്മൾ അസ്യൂം ചെയ്ത സമയത്ത് 15 ടി ആര് മൂവ് ചെയ്യും? കാർ എ മൂവ് ചെയ്യും. അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ബി കണ്ടുപിടിക്കാമല്ലോ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് എസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി എന്ന് പറയുന്നത് എന്ത് വരും? അതെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബിയുടെ പ്ലസ് 300 ആയിരിക്കും അല്ലേ? അപ്പം എന്താണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 15 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ, 6 ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, കാർ എയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എത്ര വരും? അവർ രണ്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 300 പ്ലസ് ആ 15 ടി സമയത്ത് ആര് മൂവ് ചെയ്തത്? കാർ ബി മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. ഓക്കെ, കാർ ബിയുടെ ആക്സിലറേഷൻ 0 ആണ്. അപ്പം 15 യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിന് കൊടുക്കുക. ഓക്കെ, അപ്പം ഈക്വേഷൻ സോൾവ് ചെയ്യുക. 15 ടി രണ്ടിടത്തൊന്നും ക്യാൻസലായി പോവും. പിന്നെ എന്ത് വരും? ഈ 3 ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 300 വരും. അപ്പോൾ ടി സ്ക്വയർ 100 വരുമ്പം ടി എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ്. ഓക്കെ, 10 സെക്കൻഡ്സിൽ കാർ എ ആരെ ഓവർടേക്ക് ചെയ്യും? കാർ ബീനെ ഓവർടേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ് 10 സെക്കൻഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ഹൈ റൈസ് പ്ലാറ്റ്ഫോം അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഒരു ഹൈ റൈസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുക. ആഫ്റ്റർ 6 seconds another ball is thrown downwards from the same platform with സ്പീഡ് വി. ഒരു 6 seconds കഴിഞ്ഞിട്ട് വേറൊരു ബോളും താഴോട്ട് ഇടുന്നുണ്ട് വിത്ത് വെലോസിറ്റി വി. ദ ടു ബോൾസ് മീറ്റ് അറ്റ് 18 seconds. രണ്ട് ബോളും 18 സെക്കൻഡിൽ മീറ്റ് ചെയ്യും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വി? രണ്ടാമത്തെ ബോൾ നമ്മൾ താഴോട്ടിട്ട സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഏത് ടൈമിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്? 18 സെക്കൻഡ്സിൽ. ഓക്കെ, 18 സെക്കൻഡ്സിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? u0 ഇനീഷ്യലി റെസ്റ്റിലായിരിക്കും അല്ലേ? അപ്പം ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. താഴോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ ആക്സിലറേഷൻ. അപ്പം ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് 1620 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പം നമ്മൾ 6 സെക്കൻഡ്സ് മുമ്പാണ് ആരിട്ടത്? ആദ്യത്തെ ബോൾ ഇട്ടത്. അപ്പോൾ 6 സെക്കൻഡ്സ് മുമ്പ് എന്ന് പറയുമ്പോൾ 18 മുമ്പ് എത്ര വരും? 12 സെക്കൻഡ്സിൽ. അപ്പം 12 സെക്കൻഡിൽ അത് എത്ര ട്രാവൽ ചെയ്തു? 12 സെക്കൻഡിൽ ഇട്ട ബോൾ? വി ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വി ഇൻറ്റു 12 ടി എന്ന് പറഞ്ഞാൽ 12 ഹാഫ് ആക്സലറേഷൻ ജി 10 എന്ന് എടുക്കുക ടി സ്ക്വയർ. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. 18ാമത്തെ സെക്കൻഡ് രണ്ട് ബോളും മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര നമുക്ക് കിട്ടും? ബി ഈസ് ഈക്വൽ ടു 75 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. അതായത് രണ്ടാമത്തെ ബോൾ ഡിസ്റ്റൻസ് രണ്ടാമത്തെ ബോൾ ഏത് വെലോസിറ്റിയിലാണ് താഴോട്ട് വന്നത്? 75 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യത്തെ ബോൾ ഇട്ട് കഴിഞ്ഞിട്ട് 6 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് അനദർ ബോൾ ഇടുന്നത്. അപ്പം ആദ്യത്തെ ബോൾ നമ്മൾ എന്ത് ചെയ്തു? 18 സെക്കൻഡിൽ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് കണ്ടുപിടിച്ചു. ആ 18 സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് 12 സെക്കൻഡ് കൊണ്ട് നെക്സ്റ്റ് ബോൾ ട്രാവൽ ചെയ്തത് അല്ലേ? അപ്പോൾ ആ രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണ്. അത് മീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് സെയിം ആയി ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് വെലോസിറ്റി കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the correct value of coefficient of restitution for perfectly elastic bodies? അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അത് ഫോർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസിന് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് ഈസ് ദ എനർജി ഡിസിപ്പേഷൻ ഡ്യൂറിങ് ഇമ്പാക്റ്റ്. അതാണ് എന്ത് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഇമ്പാക്റ്റിൽ എത്ര എനർജി ഡിസിപ്പേഷൻ ഉണ്ടാകുന്നു അതാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ ആണ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ചിൻ്റെ റേഷ്യോ ആണ്. അതിൻ്റെ ഇക്വേഷൻ v1 - v2 / u2 - u1 ആണ്. v എന്ന് പറയുമ്പോൾ എന്താണ് വെലോസിറ്റി ഓഫ് ബോഡി ആഫ്റ്റർ ദ ഇമ്പാക്റ്റ്, u എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ബോഡി ബിഫോർ ഇമ്പാക്റ്റ്. ഓക്കെ, ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന് ഓരോ ബോഡീസിനും ഓരോന്നായിരിക്കും. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസ്. ഇനി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണല്ലോ, ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ എന്താണ് e < 1 ആണ്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ e എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് സെയിം ചോദ്യം നമുക്ക് എന്താ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് ചോദിക്കാം, ഇൻഇലാസ്റ്റിക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എ സ്റ്റോൺ ഓഫ് മാസ് 1 kilogram ഈസ് ടൈഡ് ടു എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 meter. ഓക്കെ, ഒരു 1 kilogram ഉള്ളൊരു സ്റ്റോണ് നമ്മളൊരു സ്ട്രിങ്ങുമായിട്ട് ടൈ ചെയ്തേക്കുക. ആൻഡ് വേൾഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ സർക്കിൾ വേൾ ചെയ്തുകൊണ്ടിരിക്കുക. വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ സ്പീഡ് ഓഫ് 5 radians per second. ആംഗുലാർ സ്പീഡ് തന്നിട്ടുണ്ട്, ഒമേഗ തന്നിട്ടുണ്ട്, 5 radians per second. ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഈസ്, ടെൻഷൻ ഇൻ ദ സ്ട്രിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണ് mr omega square ആണ് അതിൻ്റെ ഇക്വേഷൻ കേട്ടോ. mr omega square മാസ് 1 kilogram, റേഡിയസ് 1 meter. അപ്പോൾ അത് ഒമേഗ 5. ഓക്കെ, 5 × 5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 25 Newton വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഓൺ എ ഹൊറിസോണ്ടൽ പാത്ത് ഈസ് ഗിവൺ ബൈ. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് s² + 9, വേർ v ഈസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് s ഈസ് ഇൻ മീറ്റർ ആൻഡ് പോസിറ്റീവ് ടു ദ റൈറ്റ്. മീൻ t is equal to 0, s is equal to 3. ടൈം 0 ആകുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 3 ആകുമ്പം ഡിറ്റർമിൻ s ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം t. നമ്മൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിൻ്റെ ഫങ്ഷനിൽ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? വെലോസിറ്റി തന്നിട്ടുണ്ട്, s² + 9 തന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനകത്ത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ds/dt ഈസ് ഈക്വൽ ടു s² + 9 എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കണം. ds/s² + 9 ഈസ് ഈക്വൽ ടു dt. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ dt ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ds/s² + 9. അപ്പോൾ t എന്ത് വരും? 1/a tan ഇൻവേഴ്സ് s/a + c എന്ന് വരും അല്ലേ, 1/a² + a ഫോം. അപ്പം 1/a tan ഇൻവേഴ്സ് s/3 + c എന്ന് വരും. എന്നിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുക. ടൈം 0 ആകുമ്പം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് 3 ആയിരിക്കും. അപ്പോൾ ടൈം t 0 ആയി, ഡിസ്പ്ലേസ്മെൻറ്റ് എസ്സിന് 3 കൊടുത്തു, ടാൻ ഇൻവേഴ്സ് 1 എന്ന് വന്നു അല്ലേ. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? 45. 45 / 3 എത്രയാണ്? 15. ഓക്കെ, അപ്പം +15, c + 15 0 എന്ന് വരും, c ഈസ് ഈക്വൽ ടു -15 വരും. നമ്മൾ ടൈമിൻ്റെ ഇക്വേഷൻ അത് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വന്നു നമ്മുടെ ഇക്വേഷന്? t എന്ന് പറയുന്നത് 1/3 ടാൻ ഇൻവേഴ്സ് s/3 എന്ന് വന്നു. ഓക്കെ, ഈ -15 എന്നുള്ള c ടൈം ഇപ്പുറത്ത് പോകുമ്പോൾ +15, അത് t + 15 എന്നുള്ള ടൈം വന്നു. ഇനി 3 × t + 15, അതായത് 3t + 45 ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് s/3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് s/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? ടാൻ ഓഫ് 3t + 45 എന്ന് വന്നു. അപ്പോൾ s എന്താണ്? 3 ടാൻ 3t + 45 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ്, 3 ടാൻ 3t + 45. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് 50 kilogram സ്ലൈഡ്സ് ഡൗൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് ഒരു മാസ് 50 kilogram ഒരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൂസ് ഇൻക്ലിനേഷൻ ടു ഹൊറിസോണ്ടൽ ഈസ് 30 degree. അതായത് ഇവിടെ കാണുന്ന ആൽഫ എത്രയാണ്? 30 degree. ഇഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പ്ലെയിൻ ആൻഡ് ബോഡി ഈസ് 0.4, മ്യൂ തന്നിട്ടുണ്ട് 0.4. ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി. ഈ ബോഡിയുടെ ആക്സിലറേഷനാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതുക. ഓക്കെ, നമ്മൾ ആറിന് ആരുമായിട്ട് ബാലൻസ് ആവും? ആറെന്ന് പറയുമ്പോൾ എന്താണ്? നോർമൽ റിയാക്ഷൻ. അത് mg cos θ, mg താഴോട്ട് വരും, mg sin θ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ mg sin α ഇങ്ങോട്ട് വരും, mg cos α എന്ന് പറയുന്നത് താഴോട്ടുള്ള കമ്പോണൻറ്റ്. അപ്പോൾ mg cos ആൽഫയും ആറിനും ഈക്വൽ ആകും. ഓക്കെ, അപ്പം ഇത് ഏത് ആക്സിലറേഷനിൽ മൂവ് ചെയ്യണം? ഓക്കെ, താഴോട്ടുള്ള ആക്സിലറേഷനിൽ മൂവ് ചെയ്യണ്ടേ. അപ്പം നമ്മളതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? mg sin α -
mu into r. mu into r എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മളെപ്പോഴും എന്താണ്? mu into നോർമൽ റിയാക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ എം ജി സൈൻ ആൽഫ മൈനസ് മ്യൂ ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ് എം എ എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ വരും? ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? എം ജി സൈൻ ആൽഫ മൈനസ് മ്യൂ ഇൻറ്റു ആർ എന്ന് പറഞ്ഞ എം എ വരും. അപ്പം മാസ് എല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് ഓക്കെ. അപ്പോൾ ആർ എന്ന് പറയുന്ന എം ജി കോസ് ആൽഫ എന്ന് നമുക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എം ജി സൈൻ ആൽഫ മൈനസ് മ്യൂ എം ജി കോസ് ആൽഫ ഇസ് ഈക്വൽ ടു എം എ. എം എല്ലാം ക്യാൻസലായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സലറേഷൻ എന്ന് കിട്ടി? ജി സൈൻ ആൽഫ മൈനസ് മ്യൂ ജി കോസ് ആൽഫ എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ ആക്സലറേഷൻ എത്ര വന്നു? ജി എന്ന് പറയുന്നത് 10 കൊടുക്കുക. ഓക്കെ, പിന്നെ സൈൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ 30 1/2 മൈനസ് മ്യൂ 0.4 ജി 10 കോസ് ആൽഫ കോസ് 30 √3/2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ 1.51 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 loads of 50 kg and 75 kg are hung at the ends of a rope. ഓക്കെ, ഒരു 50 kg ഒരു 75 kg റോപ്പിൻ്റെ 2 ends ഹങ് ചെയ്തിട്ടുണ്ട്. പാസിങ് ഓവർ എ സ്മൂത്ത് പുള്ളി ഷോൺ ഇൻ ഫിഗർ. അതൊരു പുള്ളി കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. നമ്മുടെ ഈ സ്ട്രിങ്ങിൽ എത്ര ടെൻഷൻ വരുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നാ ചെയ്യണം? നമ്മൾ രണ്ടിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ആദ്യം നമ്മൾ മാസ് 75 kg വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ m1g വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, ടെൻഷൻ മേളോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം അതിൻ്റെ ആക്സലറേഷൻ 75 അല്ലേ വെയിറ്റ് കൂടുതൽ. അപ്പോൾ 75 താഴോട്ട് മൂവ് ചെയ്യും, അതിൻ്റെ ആക്സലറേഷൻ താഴോട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ m1a മേളോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ആക്സലറേഷൻ താഴോട്ട് m1a മേളോട്ട് ആക്ട് ചെയ്യും. ഇനി ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതുക. ടി ഇസ് ഈക്വൽ ടു ടി പ്ലസ് m1a ഇസ് ഈക്വൽ ടു m1g എന്ന് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ടെൻഷൻ്റെ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 75 ഇൻറ്റു ജി മൈനസ് എ. ഇനി അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആർക്കും എഴുതുക? 50 kg എഴുതുക. ഓക്കെ, m2g താഴോട്ട് ആക്ട് ചെയ്യും, ടെൻഷൻ മേളോട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വെയിറ്റ് കുറവല്ലേ, അപ്പോൾ ഇവ മേളോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇനർഷ്യ ഫോഴ്സ് താഴോട്ട് m2 ഇൻറ്റു എ എന്ന് ആക്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതി കഴിയുമ്പം ടി ഇസ് ഈക്വൽ ടു m2a പ്ലസ് m2g m2 ഇൻറ്റു എ പ്ലസ് ജി 50 ഇൻറ്റു എഫ് പ്ലസ് ജി എന്ന് കിട്ടും. അത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ആക്സലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷനെ സുഖമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആക്സലറേഷൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ തന്നെ കിട്ടാം. ടി ഇസ് ഈക്വൽ ടു 75 ഇൻറ്റു ജി മൈനസ് ജി ബൈ 5 4g/5 എന്ന് വരും. ഓക്കെ, അപ്പോൾ 15 ഇൻറ്റു 4 അപ്പോൾ എത്ര വരും? 600 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 balls of equal mass made of perfect elastic material are lying on the floor. അതായത് 2 ബോളുണ്ട്, അത് രണ്ടും ഒരു ഫ്ലോറിൽ കിടക്കുകയാണ്. അത് ഉണ്ടാക്കിയേക്കുന്നത് എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ്. വൺ ഓഫ് ദ ബോൾ വിത്ത് വെലോസിറ്റി v ഈസ് മെയ്ഡ് ടു സ്ട്രൈക്ക് ദ സെക്കൻഡ് ബോൾ അറ്റ് റെസ്റ്റ്. ഓക്കെ, അത് ആദ്യത്തെ ബോള് എന്താണ്? ഒരു വെലോസിറ്റി വിയിൽ ആരാ? സെക്കൻഡ് ബോൾ റെസ്റ്റിലുള്ള u=0 സെക്കൻഡ് ബോളിനെ ഹിറ്റ് ചെയ്യാണ്. ആഫ്റ്റർ ഇമ്പാക്ട് ബോത്ത് ദ ബോൾസ് വിൽ മൂവ് വിത്ത് എ വെലോസിറ്റി ഓഫ്. ഇമ്പാക്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ? 2 ബോളോട് ഒരുമിച്ച് മൂവ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ എന്താണ് ഇത് എഴുതുക? നമ്മുടെ 2 ബോൾ എ ബി എന്ന് കൺസിഡർ ചെയ്യുക. അതിൻ്റെ മാസ് 2 ഈക്വൽ മാസ് ആയത് കാരണം എം ആണ്. ആദ്യത്തെ വെലോസിറ്റി വി, രണ്ടാമത്തെ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് അനുസരിച്ച് എന്നാ വരും? m1 ഇൻറ്റു u1 പ്ലസ് m2 ഇൻറ്റു u2 ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് 2 ബോൾ ഒരുമിച്ച് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം m1 പ്ലസ് m2 ഇൻറ്റു വി. ആ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് വെലോസിറ്റിയിൽ ഈ 2 ബോളോട് മൂവ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഈ ടൈം 0 ആയിപ്പോവും. m ഇൻറ്റു വി ഈസ് ഈക്വൽ ടു 2m ഇൻറ്റു നമ്മൾ 2 ബോളോടെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v0 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ v0 എന്ത് വരും? ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ v ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അതായത് ആദ്യത്തെ ബോൾ മൂവ് ചെയ്ത വെലോസിറ്റിയുടെ ഹാഫ് വെലോസിറ്റിയിലാണ് എന്ത്? അത് രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 British horsepower ഈസ് ഈക്വൽ ടു. ഇത് സാധാരണ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 British horsepower എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. എന്താണ് പിന്നെ അടുത്തത് മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 735.5 വാട്ട്സ് ആണ്. അപ്പോൾ ഇതെന്തിൻ്റെ യൂണിറ്റാണ്? പവറിൻ്റെ യൂണിറ്റാണ്. പവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഹോഴ്സ് പവറിലൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പവർ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അതെന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് ഡൺ ജൂളിലും ടൈം സെക്കൻഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പവർ വാട്ടിൽ കിട്ടും. ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ 1 ജൂൾ പെർ സെക്കൻഡ്. പ്രാക്ടിക്കൽ യൂണിറ്റാണ് അതിൻ്റെ ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് വർക്ക് എ സ്റ്റാൻഡേർഡ് ഹോഴ്സ് ക്യാൻ ഡു ഇൻ 1 സെക്കൻഡ്.
അടുത്ത ക്വസ്റ്റ്യന് ഈച്ച് ഓഫ് ദ ബ്ലോക്സ് ഷോൺ ഇൻ ഫിഗർ ഹാസ് എ മാസ് ഓഫ് 1 കിലോഗ്രാം. ഓക്കെ, ഇതും 1 കിലോഗ്രാം ആണ്, ഇതും 1 കിലോഗ്രാം ആണ്. ദ റിയർ ബ്ലോക്ക് മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ദ ഫ്രണ്ട് ബ്ലോക്ക് കെപ്റ്റ് അറ്റ് റെസ്റ്റ്. അതായത് റിയർ ബ്ലോക്ക് എന്തായിരിക്കും, ഒരു സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡിൽ ഈ റെസ്റ്റിലുള്ള ഫസ്റ്റ് ബ്ലോക്കിലോട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ദ സ്പ്രിങ് അറ്റാച്ച്ഡ് ടു ദ സെക്കൻഡ് ബ്ലോക്ക് ഈസ് ലൈറ്റ് had a spring constant 50 Newton per meter. Find the maximum compression in the spring. ഓക്കെ, നമ്മളോട് ഈ സ്പ്രിങ് എത്ര കംപ്രസ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം രണ്ട് ബ്ലോക്ക് ഉണ്ട്. ആ രണ്ട് ബ്ലോക്കിൻ്റെ മാസ് 1 കിലോഗ്രാം ആണ്. ആദ്യത്തെ ബ്ലോക്ക് മൂവ് ചെയ്യുന്ന സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ ബ്ലോക്ക് റെസ്റ്റിലാണ്, 0 ആണ്. അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ ആ റിയർ ബ്ലോക്ക് എന്താണ്, ആദ്യം സ്പ്രിങ്ങിനെ ഹിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആ സ്പ്രിങ് എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്, ആ ഫ്രണ്ട് ബ്ലോക്കുമായിട്ട് അല്ലേ, അത് റെസ്റ്റിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫ്രണ്ട് ബ്ലോക്ക് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. സ്പ്രിങ് വിൽ ബി കംപ്രസ്ഡ് മാക്സിമം, സ്പ്രിങ് മാക്സിമം കംപ്രസ് ആവും. ബ്ലോക്ക് സ്പ്രിങ് സിസ്റ്റം മൂവ് ഫോർവേഡ് ആസ് എ യൂണിറ്റ്. ഓക്കെ, ഇതാണ് സാധാരണ ഇങ്ങനൊരു കൊളിഷൻ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, MA × UA MB × UB + MB × UB = M + M × V0. ഓക്കെ, ഇനി നമുക്കിത് വെച്ച് കഴിഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കാം, ആദ്യത്തെ 1 കിലോഗ്രാം മാസ് 2 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, U2 0, അപ്പോൾ ആ ടൈം 0 ആയിപ്പോൾ, M2 U2 എന്നുള്ള ടൈം 0 ആയിപ്പോൾ. പിന്നെ 2 മാസം ഒരുമിച്ച് മൂവ് ചെയ്യുന്നു, 1 + 1 × V എന്ന് പറയുന്ന വെലോസിറ്റി മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ V എത്ര കിട്ടും, 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് V കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഈ സ്പ്രിങ് എത്ര കംപ്രസ് ആവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ആദ്യം ഇനീഷ്യലി എത്ര കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നു, ½ × m1 × v². ഓക്കെ, ½ × m1 × അതിൻ്റെ v² അല്ലെ, u1² എത്ര വരും, ½ × 1 × 2² എന്ന് പറയുമ്പോൾ എത്ര വരും, 2 ജൂൾ എന്ന് വരും. ഫൈനലി എത്രയാണ് കൈനറ്റിക് എനർജി, ഓരോ മാസവും എത്രയില്ല, 1ൽ പോവും. അപ്പോൾ ½ × 1 × 1² + ½ × 1 × 1². അപ്പോൾ എത്ര വരും, 1/2 + 1/2 എന്ന് പറയുമ്പോൾ 1 ജൂൾ എന്ന് വരും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ലോസ്റ്റ് എന്തായിട്ട് മാറിയിട്ടുണ്ട്, സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്താണ്, ½ kx². ½ kx² നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, നമ്മുടെ ഈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആ കൈനറ്റിക് എനർജി ലോസ്റ്റ് ആണ് അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഡിഫറൻസ് എത്ര വരും, 1 ജൂൾ എന്ന് വരും. അപ്പോൾ ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ, 2 × 1 / 50 എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ x² വരും. x എന്ന് പറയുന്നത് 0.2 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 24 rpm is uniformly accelerated for 70 seconds, during which it makes 50 revolutions. Find the angular velocity at the end of time interval and time required for the speed to reach 150 rpm. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു വീൽ എന്ത് ചെയ്യണം, ഒരു ഫിക്സ്ഡ് ആക്സിസിനെ അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതെന്ത് ചെയ്യണം, എത്രയാണ് അതിൻ്റെ, അതായത് എത്ര നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഉണ്ട്, 24 rpm ഉണ്ട്. 24 എന്നുള്ള നമ്പർ n കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഒമേഗ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്, ഒമേഗ എന്ന് പറയുന്നത് 2πn / 60. ആ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒമേഗ കണ്ടുപിടിക്കുക. 2πn / 60 ഇട്ട് കഴിഞ്ഞ് 2.51 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനിയും ഇതിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, 70 സെക്കൻഡ്സിന് t തന്നിട്ടുണ്ട്. പിന്നെന്താണ്, ആ ടൈം പീരീഡിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, 50 റെവല്യൂഷൻസ്. അപ്പോൾ തീറ്റയും ഉണ്ട് 50 റെവല്യൂഷൻസ്. 50 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് 2π റേഡിയൻ ആയിരിക്കും. അപ്പോൾ 50 × 2π 100 റേഡിയൻസ്. 100 എന്ന് പറയുന്നത് എത്ര വരും, 314 റേഡിയൻസ് എന്ന് വരും. ഇനി നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, ആംഗുലർ വെലോസിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ടൈം ഇൻ്റർവൽ. അതായത് ആ ടൈം ഇൻ്റർവൽ എൻഡിൽ എത്രയാണ് ആംഗുലർ വെലോസിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, ω1 അറിയാം, t അറിയാം. അതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം, ആംഗുലർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗുലർ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, θ314, ω1 എന്ന് പറയുന്നത് 2.51, t എന്ന് പറയുന്നത് 70, ഹാഫ് ആൽഫ നമുക്കറിയത്തില്ല, കണ്ടുപിടിക്കണം. ടൈം t എന്ന് പറയുന്നത് 70. ഓക്കെ, ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൽഫ 0.056 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ v = u + at പോലെ നമ്മുടെ ആംഗുലർ ഇക്വേഷൻ, റൊട്ടേഷൻ മോഷന് വരുന്ന ഇക്വേഷൻ എന്താ, ω t = ω1
പ്ലസ് ആൽഫ ടി. ഈ ഇക്വേഷനകത്ത് ω1 അറിയാം, ആൽഫ അറിയാം, ടി അറിയാം. ഈ 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ω2 6.43 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, 6.43. അതിൽ നിന്ന് വേണമെങ്കിൽ ഓപ്ഷൻ ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? ആൻഡ് ദ ടൈം റിക്വയർഡ് ഫോർ സ്പീഡ് ടു റീച്ച് 150 RPM. അതായത് 150 RPM ആവാൻ, 150 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആവാൻ എത്ര ടൈം വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം n ആണ് 150 RPM എന്ന് പറഞ്ഞാൽ n, നമ്മുടെ നമ്പർ ഓഫ് റൊട്ടേഷൻസ്. ഓക്കെ, അപ്പോൾ എത്ര വരും? ω2 എന്ന് പറയുമ്പം 2πn/60 എന്ന് വരും. 2π × 150/60 എന്ന് പറയുമ്പോൾ 15.71 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ അതിന് വേണ്ട ടൈം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ω2 ω1 + αt. ω2 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ച് 15.71 എന്ന്. ω1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു, ഫസ്റ്റിലെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് അല്ലേ? അത് വെച്ചിട്ട് 2.51 കിട്ടി, പ്ലസ് 0.056 ആൽഫ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 0.056 ഇൻറ്റു ടൈം ടി കൊടുത്തുക. അപ്പം ടി എന്ന് പറയുന്നത് എത്ര കിട്ടും? 235.71 സെക്കൻഡ്സ് കിട്ടും. അതായത് എന്താണ്? 235.71 സെക്കൻഡ്സ് കഴിയുമ്പോൾ ആ സെക്കൻഡ്സിൽ എന്താണ്? 150 RPM ആവും. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? എ. ഇനി അടുത്തത്, കാൽക്കുലേറ്റ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ആൻ ഒബ്ജക്റ്റ് ഈസ് ഷോട്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ഫ്രം ദ ഗ്രൗണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റ് താഴെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ, 60 ഡിഗ്രിയാണ് ഗ്രൗണ്ടിൽ നിന്ന്. ആൻഡ് ഇറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് ഇൻ 20 സെക്കൻഡ്സ്. അതിൻ്റെ മാക്സിമം ഹൈറ്റ് എച്ച് മാക്സ് എത്തുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 20 സെക്കൻഡ്സ് തന്നേക്കുന്നത്. അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്തുന്നു. ജി എന്ന് പറയുന്നത് എത്രയാണ്? 10 m/s² എന്ന് തന്നിട്ടുണ്ട്. അപ്പം പ്രൊജക്ടൈൽ മോഷൻ വരുന്ന 3 ഇക്വേഷൻസ് ആണ് ഇത്. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ u² sin² α/2g, r = u² sin 2α/g, t = 2u sin α/g. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്ടൈൽ മോഷനകത്ത് എല്ലാ പ്രോബ്ലംസും ഒരുമാതിരി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇറ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് ഇൻ 20 സെക്കൻഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്ര ടൈമിലെത്തും? 20 സെക്കൻഡ്സിലെത്തും. അത് കഴിഞ്ഞിട്ട് അത് റെസ്റ്റിലെത്തുന്ന എപ്പോഴായിരിക്കും? 40 സെക്കൻഡ്സിലായിരിക്കും അല്ലേ? പറ്റും. ടോട്ടൽ മോഷൻ അത് എത്ര സമയം എടുക്കും? 40 സെക്കൻഡ്സ് എടുക്കും. അതായത് 2 × 20 സെക്കൻഡ്സ് എടുക്കും, 40 സെക്കൻഡ്സ് എടുക്കും. എന്നിട്ട് നമുക്ക് തീറ്റ ഉണ്ട്, ജി ഉണ്ട്. അപ്പം നമ്മുടെ ടൈമിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 2u sin α/g എന്നുള്ള ഇക്വേഷനകത്തുനിന്ന് നമുക്ക് ഇതെന്ത് കണ്ടുപിടിക്കാം? ടി കണ്ടുപിടിക്കാം. ഓക്കെ, t = 2u sin α/g, u = tg/2 sin α എന്ന് വരും. അപ്പോൾ ടി എത്രയാണ്? 40 സെക്കൻഡ്സ്, ജി 10, 2 sin 60. ഓക്കെ, ഇത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 230.94 m/s എന്ത് ഇത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റി കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ ബോഡി ഓഫ് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I is rotated about an axis with an angular velocity, then angular velocity omega, then the kinetic energy of rotation is. kinetic energy linear equation എന്ത് വരും? ½ mv² എന്ന് വരും. അതുപോലെ റൊട്ടേഷനിലാകുമ്പോൾ എന്ത് വരും? ½ I ω². ഹാഫിന് വരും 0.5 I ω². അതാണ് 12 ആണ്. 12ൻ്റെ ആൻസർ C 0.5. ഓക്കെ, അടുത്തത് ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് ലീനിയർ മൊമെൻറ്റം P. ലീനിയർ മൊമെൻറ്റം P ഉള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം എത്രയാണെന്ന് ചോദിക്കുന്നത്. ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദ ഒറിജിൻ. അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? P ഉള്ള ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡിസ്റ്റൻസ് R ആണ് ഒറിജിനിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത്? ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ വെക്ടർ ആൻഡ് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, പൊസിഷൻ വെക്ടറിൻ്റെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ. പൊസിഷൻ P എന്ന് പറയുന്നത് mv കേട്ടോ. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ P ക്രോസ് R എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആംഗുലർ മൊമെൻറ്റം ഓഫ് ലീനിയർ മൊമെൻറ്റം കിട്ടും, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് മൊമെൻറ്റം എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തത്, എ മെഷീൻ ഗൺ ഫയർ 60 bullets per minute. അപ്പം എത്ര ബുള്ളറ്റ്സ് പെർ സെക്കൻഡാ? 1 bullet per second. ഒരു മിനിറ്റ് 60 ബുള്ളറ്റ്, അപ്പം 1 bullet per second. ഓക്കെ, ഇനി വിത്ത് എ വെലോസിറ്റി ഓഫ് 700 m/s, ഈച്ച് ബുള്ളറ്റ് ഹാസ് എ മാസ് ഓഫ് 50 gram. പവർ ഡെവലപ്ഡ് ഇൻ ദ ഗൺ ഇസ്. ഗണ്ണിൽ എത്ര പവർ ഡെവലപ്പ് ചെയ്യും? പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് പെർ ടൈം. നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ കണ്ടില്ലേ? J/s എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ? വാട്ട് J/s. അപ്പോൾ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട് 700 m/s. മാസ് തന്നിട്ടുണ്ട് 50 gram. അപ്പോൾ അതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക. എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എത്ര ബുള്ളറ്റ്സ് ആണ്? 60 bullets ഒരു മിനിറ്റിൽ. അപ്പം 1 bullet per second. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം.
ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് എന്ന് പറയുമ്പോൾ എന്താ, കൈനറ്റിക് എനർജി ആയിട്ടാ, മാസും വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് mv² എടുക്കണം. ഹാഫ് mv² എത്രയാണ്, ഒരു ബുള്ളറ്റ് പെർ സെക്കൻഡ് ടൈം 1 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 0.5 ഇൻറ്റു 0.005 ഇത് m ആണ്, mv². ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12250 വാട്ട്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, സി. ഇനി അടുത്തത്, എ ബോഡി ആക്സിലറേറ്റ്സ് യൂണിഫോംലി അറ്റ് 5 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പം നമുക്ക് എന്താണ്, ആൽഫ തന്നിട്ടുണ്ട്, യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓക്കെ, അടുത്തത് ഈസ് ഫൗണ്ട് ടു ബി റൊട്ടേറ്റിംഗ് അറ്റ് 90 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗയും തന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് 12 സെക്കൻഡ് എൻഡിൽ അത് 90 റേഡിയൻസ് പെർ സെക്കൻഡിൽ റൊട്ടേറ്റ് ചെയ്യും. ഡിറ്റർമിൻ ഇനീഷ്യൽ വെലോസിറ്റി. എന്താണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണം, ω1. പിന്നെന്താണ്, ആൻഡ് ദ ആംഗിൾ ടേൺഡ് ഡ്യൂറിങ് ദിസ് ഇൻ്റർവെൽ. ഏതോ ഒരു ഇൻ്റർവെല്ലിൽ, ഈ ഇൻ്റർവെല്ലിൽ അത് എത്ര ആംഗിൾ ടേൺ ചെയ്തു, തീറ്റയും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള എന്താ, ആൽഫ 5 റേഡിയൻസ് പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, ഒമേഗ 90 റേഡിയൻസ് പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ആ ഒമേഗ അതായത് 90 റേഡിയൻസ് പെർ സെക്കൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് ടൈമിലാണ്, 12 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ω2 ഇസ് ഈക്വൽ ടു ω1 പ്ലസ് ആൽഫ ടി എന്നുള്ള ഇക്വേഷൻ അത് കൊടുക്കുക. അപ്പോൾ ω2 എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ω2 നമുക്ക് 90 അറിയാം, ω1 കൊടുക്കുക. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്ര, 5 റേഡിയൻസ് പെർ സെക്കൻഡ്, ടൈം ടി എന്ന് പറയുമ്പോൾ 12. ഓക്കെ, 12 5 60, 90 60 30. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, 30 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത എന്താണ്, തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, തീറ്റ ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² വരല്ലേ. അത് തീറ്റ ഇസ് ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, ω1t പ്ലസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു t² എന്ന് വരും. അപ്പോൾ ω1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ, 13 നമുക്കറിയാം, ടൈം ടി 12 ആണെന്നറിയാം. പിന്നെ ഹാഫ് ഇൻറ്റു ആൽഫയുടെ വാല്യൂ എത്ര, ആൽഫയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5 ഇൻറ്റു t² 12². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 720 റേഡിയൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, എ. 30 റേഡിയൻസ് പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റി, 720 റേഡിയൻ ആംഗിൾ അത് ടേൺ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത്, എ വെഹിക്കിൾ മൂവിങ് അറ്റ് 25 മീറ്റർ പെർ സെക്കൻഡ് ഹാസ് വീൽ 500 mm ഡയമീറ്റർ. ഓക്കെ, ഇതിൻ്റെ വീലിൻ്റെ ഡയമീറ്റർ 500 mm തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എത്ര ആയിരിക്കും, 250 mm ആയിരിക്കും അതിൻ്റെ റേഡിയസ്. ഓക്കെ, ഇഫ് ദിസ് വെഹിക്കിൾ മൂവ്സ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് എ പോയിന്റ് 1/4 ദ പെർപെൻഡിക്കുലർ ആംഗുലർ ഡിസ്റ്റൻസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ദ ടോപ്പ് ഓഫ് ദ വീൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പ് ഓഫ് ദ വീലിൽ നിന്ന് 1/4 ആംഗുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്താ ചോദിച്ചേക്കുന്നത്, വെലോസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്, വെലോസിറ്റി ഓഫ് ബി ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്താണ്, റൊട്ടേഷനും ട്രാൻസ്ലേഷനും രണ്ടും കൂടെ വരുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള റേഡിയസ് തന്നിട്ടുണ്ട് 250 mm തന്നിട്ടുണ്ട്. അപ്പോൾ അത് 0.25 മീറ്റർ നമ്മൾ എഴുതി. ഇനി വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി സെൻറ്റർ പോയിന്റ്, അതായത് വീൽ മൂവ് ചെയ്യുന്ന സെൻറ്റർ മൂവ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പം വെലോസിറ്റി ആയിട്ട് പോയിന്റ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ സെൻറ്റർ പോയിന്റിൻ്റെ വെലോസിറ്റി പ്ലസ് VBC, അത് വെക്ടർ സമ്മ, VC പ്ലസ് VBC എന്ന് വരും. ഓക്കെ, VBC എന്ന് പറയുമ്പോൾ എന്ത് വരും, അത് റേഡിയൽ കമ്പോണൻറ്റ്, V is equal to R into ഒമേഗ എന്ന് വരും. V is equal to R ഒമേഗ എന്നുള്ള എന്താ റേഡിയൽ വെലോസിറ്റി വരും. ഓക്കെ, R നമുക്കറിയാം, എന്താണ് BC ഒമേഗ എന്ന് നമുക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് VC എന്ന് പറഞ്ഞാൽ എന്താ, VC എന്ന് പറഞ്ഞാൽ VA പ്ലസ് VCA അല്ലേ. അപ്പം VA എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോയിന്റ് റെസ്റ്റില്ല, താഴെ ടച്ച് ചെയ്ത് നിൽക്കുക. അപ്പം VA 0 കൊടുത്തു. VCA എന്ന് പറഞ്ഞാൽ എന്താ, R ഒമേഗ തന്നെ, അല്ല R ഒമേഗ. അപ്പോൾ R എന്ന് പറയുമ്പോൾ AC ഇൻറ്റു ഒമേഗ എന്ന് വരും. ഓക്കെ, AC ഇൻറ്റു ഒമേഗ വന്നു. അപ്പോൾ ഒമേഗ ഇൻറ്റു AC 0.25 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഒമേഗ എത്ര കിട്ടി, 100 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടി. അതിന് നമുക്ക് VBC കണ്ടുപിടിക്കാമല്ലോ. VBC എത്ര, ഒമേഗ ഇൻറ്റു BC, അതായത് 100 ഇൻറ്റു 0.25 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു. VBCയും കിട്ടി, VCയും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് VC 25 എന്നറിയാം. പിന്നെ VBC 25 നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ രണ്ടേം വെക്ടർ സം എന്ന് പറയുമ്പോൾ എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് അതിന് ഓരോന്നിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, 25 സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 25 റൂട്ട് എന്ന് വരും. അതായത് 35.35 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമ്മുടെ ആൻസർ.
അടുത്തത് എ ബോഡി ഈസ് വൈബ്രേറ്റിംഗ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 150 mm ആൻഡ് ഫ്രീക്വൻസി 3 cycles per second. കാൽക്കുലേറ്റ് മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കണം, മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? r × ഒമേഗ. r എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. ഒമേഗ എന്ന് പറയുമ്പോൾ എന്താ? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. ഓക്കെ, 2πf എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × π × f3. അപ്പോൾ 6π എന്ന് വരും. അപ്പം വി മാക്സ് r ഒമേഗ എന്ന് വന്നു, 6.15 × 6π എന്ന് വന്നു. അപ്പോൾ 2.83 m/s മാക്സിമം വെലോസിറ്റി കിട്ടി. ഓക്കെ, അടുത്തത് മാക്സിമം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ സ്ക്വയർ × r. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2πf 6π അല്ലേ? 6π × 6π × r എന്ന് പറയുന്നത് 0.15, 53.3 m/s² എന്ന് ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ 80 Newton weight is hung on the end of a helical spring. ഒരു ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ എൻഡിൽ ഒരു 80 Newton ഹങ് ചെയ്തേക്കുക. വൈബ്രേറ്റിംഗ് വെർട്ടിക്കലി വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ വെയ്റ്റ് മേക്സ് 4 oscillations per second. അപ്പോൾ ഫ്രീക്വൻസി വന്നിട്ടുണ്ട് 4 cycles per second. ഓക്കെ, ഡിറ്റർമിൻ ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ? ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാം അല്ലേ? എഫ് ഈസ് ഈക്വൽ ടു 1/2π × √k/m എന്നറിയാം. ഓക്കെ, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ പെൻഡുലത്തിൻ്റെ ഒക്കെ പഠിച്ചല്ലേ? 1/√L/g 1/2π × √L/g. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1/2π × √k/m എന്ന്. അപ്പോൾ എഫ് അറിയാം, ബാക്കി എല്ലാ വാല്യൂസ് അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട കെ ആണ്. ഓക്കെ, അപ്പോൾ കെയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കെ ഈസ് ഈക്വൽ ടു f², 2π² എന്ന് പറയുമ്പോൾ 4π² × m എന്ന് വരും അല്ലേ? അതല്ലേ കെയുടെ വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 5151 Nm/m. ഓക്കെ, എഫ് എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, പിന്നെ എം എന്ന് പറയുന്നത് 8.15, പിന്നെ എന്ത് വരും? 4π² കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 5151 Nm/m. ഓക്കെ, അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഓഫ് പാർട്ടിക്കിൾ. അതായത് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതിങ്ങനെ ഡിക്രീസ് ചെയ്യും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് പോവുക. അതിനെന്താ പറയുന്നത്? അതിനാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.